ഇത്രയും ഞങ്ങളുടെ ബിഗ് ബോസിലെ പഴയ ആൾക്കാരും എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് ചേരാൻ ചേർന്ന് തന്നെ ഞാൻ ഭയങ്കര സന്തോഷമാണ്. പിന്നെ നമ്മുടെ സാർ ജ്വല്ലറി, ഇങ്ങനൊരു ജ്വല്ലറി ഇവിടെ ശരിക്കും പറഞ്ഞാൽ ആവശ്യമായിരുന്നു, സത്യം അല്ലേ? നമ്മൾ സ്വർണം മേടിച്ചാൽ നമ്മൾ ഒരുപാട് പൈസ കളയണല്ലേ. അപ്പോൾ നമ്മൾ സ്വർണം നമ്മുടെ ദേഹത്തുണ്ടെന്ന് ഫീൽ ചെയ്താൽ മതി, അതാണ് നമുക്ക് വേണ്ടത് അല്ലേ? എല്ലാവർക്കും വേണ്ടത് എന്താ? ആ സ്വർണം നമ്മുടെ ദേഹത്ത് ഉണ്ടെന്നുള്ളൊരു ഫീലാണ്, അതായത് മറ്റുള്ളവരെ കാണിക്കാന്നുള്ളൊരു ഫീലാണ് എല്ലാം കൊണ്ടും നമ്മുടെ എല്ലാം നടക്കുമ്പോഴും. പക്ഷെ അപ്പോൾ അത് നിസ്സാര പൈസയ്ക്ക് നമുക്കിവിടെ കിട്ടി ദേഹം മൊത്തം അണിയാനുള്ള സാധനം കിട്ടാന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ല. അതുതന്നെ മറ്റുള്ള കടകളെ പോലെയല്ല ഈ കട എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യലാണ്. കാരണം എനിക്ക് നേരത്തെ തൃശ്ശൂരിട്ട് ഇവരൊക്കെ അറിയാവുന്ന ആൾക്കാരാണ്. കാരണം പ്രത്യേകം ഞാൻ വിളിച്ചിട്ട് വന്നത് അതുകൊണ്ടാണ്. കാരണം ഇവിടുത്തെ ആഭരണങ്ങളുടെ ആ സ്റ്റൈല് അത് നിങ്ങൾ വന്ന് കയറി കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കാരണം നമ്മൾ അത്രയും വലിയ ഷോപ്പുകളുടെ അതിനും അപ്പുറം കടന്നു പോകാൻ പറ്റുന്നുള്ള സ്റ്റൈലുള്ള ഇവർ കൂടുന്നു തന്നെ. കാരണം ഇവരൊരു കൂട്ടായ്മയാണ്, അവിടെയാണ് അവർ പ്രത്യേകത. ഒരാൾ മാത്രം ചെയ്യുമ്പോഴാണ് ഇത് ചെയ്യുന്നത്, പക്ഷെ ഒരു കൂട്ടായ്മയാണ്. ഒരു കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ അവർക്ക് പല പല അഭിപ്രായങ്ങളുണ്ടാവും, പല പല കാര്യങ്ങളുണ്ടാവും. എല്ലാം കൂടി ചേരുമ്പോൾ അത് നല്ല അഭിപ്രായമാവും. അങ്ങനെ ഇവർ ഇത്രയും നാൾ ഇങ്ങനെ നമ്മൾ ഒരു പാർട്ട്നേഴ്സ് തമ്മിൽ ഒത്തൊരുമിച്ച് പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ വർഷങ്ങളായിട്ട് തന്നെ ഇവരിങ്ങനെ ഒത്തൊരുമിച്ച് പോകുക എന്നുള്ളത് അത് ഭയങ്കര സക്സസ് ആണ്. അതുകൊണ്ട് അവരുടെ ഷോപ്പ് അവരെവിടെ ഇട്ടാലും അവർ സക്സസ് ആക്കും. അപ്പോൾ എന്നെ ഇനാഗ്രേഷൻ വിളിച്ചതും എല്ലാത്തിനും നന്ദിയുണ്ട്. അപ്പോൾ അടുത്ത് എൻ്റെ ഒരു കാര്യം പറയുകയാണ്. ഞാനൊരു മൂവിയിൽ നായകനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പടത്തിൻ്റെ പേര് ദയാവധം എന്നാണ്. ദയാവധം എന്ന് വെച്ചാൽ നിങ്ങൾ അറിയാലോ ബേസിക്കലി. അപ്പോൾ നമുക്ക് ദയാവധം എന്നൊരു സാധനം നമുക്ക് ഇന്ത്യയിൽ വേണോ വേണ്ടെന്നുള്ളതാണ് നമുക്കുള്ളത്. കാരണം അത് ദുരുപയോഗിക്കുന്ന ആൾക്കാരുണ്ട് ഒരുപാട്, പക്ഷെ അത് ആവശ്യമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാം. എൻ്റെ പഴയ ഇൻസ്റ്റാഗ്രാം ഐ ഡി അടിച്ചുപോയി. കാരണം മറ്റുള്ളവരെല്ലാവരും കൂടി ഞാൻ അവിടെ വന്നപ്പോൾ റിപ്പോർട്ട് ചെയ്ത് അടിച്ച് കാട്ടിക്കളഞ്ഞു. ഞാൻ ഇത്രയും നാളൊരു സ്റ്റേജിൽ പറയാത്തൊരു കാര്യമാണിത്, ആദ്യമായിട്ട് പറയണേ. അപ്പോൾ എൻ്റെ പുതിയ ഇൻസ്റ്റൈറ്റ് ഒന്ന് ഫോളോ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചാൽ എൻ്റെ അപ്ഡേറ്റിംഗ് അറിയാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നുമില്ല. ഇത്രയും നാളെ ഞാൻ പറയാത്തൊരു കാര്യമാണ്. അപ്പോൾ പഴയ ഇൻസ്റ്റ എനിക്ക് എടുക്കാൻ പറ്റാണ്ടല്ല, അവർ സന്തോഷത്തോടെ കളഞ്ഞല്ല, അവരെന്നെ എടുത്തിട്ട് അത് തന്നെ എടുക്കാത്തതാണ്. അപ്പോൾ എല്ലാവർക്കും മംഗളാശംസകൾ നേരുന്നു. അടിച്ച് പൊളിക്കുക. ബൈ.